കൊണ്ടോട്ടി 17 ബ്ലോക്ക് ആ ഒരു റോഡ് പ്രശ്നമായിട്ട് റോഡ് കേടായതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാണാളി ജുനൈസ് എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബിൽ വീഡിയോ ഇടുകയും അത് വൈറലാവുകയും നമ്മുടെ MLA-യും കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സണും അതിനെക്കുറിച്ച് പ്രതികരണ വീഡിയോ ഒക്കെ ഇറക്കുകയും ഭയങ്കര ട്രെൻഡിങ് ആവുകയും ഇപ്പം അതിൻ്റെ പേരിലൊരു കേസൊക്കെ എടുത്ത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. യാഥാർത്ഥ്യമാണോ, എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വിമർശനം, ഒരു ക്രിറ്റിസിസം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചിലപ്പം ചില എലമെൻറ്റുകൾ നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദ്യം ഉയരും. അപ്പോൾ ആ ചോദ്യം ഉയരുമ്പോൾ അത് അവർ ക്യാഷ് വാങ്ങിയിട്ടാണ്, അവർ ഇത് പബ്ലിസിറ്റി പ്രതീക്ഷിച്ചിട്ടാണ്, അവർ ഓപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നമുക്ക് ആ വിഷയത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം ഒരു തരുമ്പെങ്കിലും അതിൽ നമ്മളൊരു ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ന്യായീകരിച്ച് മെഴുകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വിഷയത്തിൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് ആരോപിച്ചൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് NHAൻ്റെ അധികാരത്തിൽ പെട്ടതാണ്, ഞങ്ങളധികാരമല്ല, ഞങ്ങളധികാരമാണെങ്കിൽ കാണിച്ചു തരാം ഇനി എന്നുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഫോട്ടോസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു 10-15 വർഷമായിട്ട് കേടായി കിടക്കുന്ന റോഡാണ്. ഇതാരധികാര പരിധിയിൽ പെട്ടതാണ് എന്നും കൂടെ നമ്മുടെ MLA ആയാലും MLAൻ്റെ പാർട്ടിക്കാരായാലും കൗൺസിലറായാലും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കിടില്ല. കാരണം കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാൻ തന്ന ഒരു നിവേദനം നമ്മുടെ ചെയർപേഴ്സൻ്റെ PAൻ്റെ കയ്യിലുണ്ടാവും, ചോദിച്ചാൽ മതി. അതിൽ 30ഓളം കുടുംബങ്ങൾ പേരെഴുതി ഒപ്പിട്ടൊരു നിവേദനമാണ് ഞാനന്ന് സമർപ്പിച്ചത്. അത് സമർപ്പിച്ച് അന്ന് എന്നോട് പറഞ്ഞത് ഈ റോഡ് പാസ്സായിട്ടുണ്ട്, 1 കിലോമീറ്റർ പാസ്സായിട്ടുണ്ട്, എത്രയോ ലക്ഷങ്ങൾ പാസ്സായിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോയിൽ ഉൾപ്പെടാത്ത റോഡ് വേറെയുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ചമ്മലപ്പറമ്പ്, കുട്ടങ്കാവ്, നീറാട് റോഡിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ഇതിൻ്റെ കുറച്ച് ഏരിയ ഒക്കെ നന്നാക്കി. പക്ഷെ അന്ന് എന്നോട് ചെയർപേഴ്സൻ്റെ PA എന്നോട് പറഞ്ഞത് അതല്ല. ചെയർപേഴ്സൻ്റെ PA എന്നോട് പറഞ്ഞത് ഞാൻ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള റോഡ് മുഴുവനായിട്ട് റെഡി ആവും എന്നുള്ള ലെവലിൽ. അതായത് അവരെന്തോ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ മനഃപൂർവ്വം അന്ന് പോയിട്ട് ഒരു നിവേദനം കൊടുത്തതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചത്. കാരണം ഞങ്ങളിത് പാസ്സാക്കിയണല്ലോ, ഞങ്ങൾ ഇന്നലെ വന്ന് അളവെടുത്തണല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പം 3-4 മാസമായി എന്നാണ്, 3-4 അതിൻ്റെ മേലായി, 5-6 മാസത്തിന് മുകളിലായി. അപ്പം എന്നിട്ടും നന്നാക്കിയിട്ടില്ല. അപ്പോൾ ഈ റോഡ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കുഞ്ഞാക്ക റോഡ് എന്ന് പറയുന്ന റോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ അങ്ങോട്ട് കയറുന്ന ഒരു പോർഷൻ, അവിടെയും റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. ഞാൻ പറയുന്നത് മെയിൻ റോഡിലുള്ള നടുക്കുള്ള കുണ്ടും കുഴിയും അല്ല ഞാൻ കൺസേൺ ആയിട്ട് ഞാൻ പറയണത്. ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു ഇറക്കാണ്. ഇറക്കും വളവും ഒക്കെപ്പാടെ കൂടിയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് കൊല്ലങ്ങൾ. പഴയ ഭരണസമിതിയോട് നമ്മൾ സമീപിച്ച് അവസാനം അവർ പറഞ്ഞ് ഞങ്ങളെ ടേം കഴിയാനായി, ഇനി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പം പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നൊക്കെയാണ് പഴയ ടീം പറഞ്ഞത്. അപ്പോൾ പുതിയ ടീം വന്നപ്പോൾ റെഡി ആവുമെന്ന് വിചാരിച്ച്. അപ്പോൾ പാർട്ടിക്കാർ നമ്മളിത് സമീപിക്കുമ്പോൾ എല്ലാവരും പറയലെന്താ, അത് പാസ്സായിന്, അത് പാസ്സാവും, അത് ഫണ്ട് മാറ്റി വെച്ചിന്, ഞങ്ങൾ ഒരുങ്ങിയാണ്, ഞങ്ങൾ തലേകെട്ട് കെട്ടിയാണ്, ഇനി ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം ഏകദേശം ഇവരുടെയും ടേം കഴിഞ്ഞ്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം കൗൺസിലറായാലും MLA ആയാലും ഈ വകുപ്പ്, ഈ റോഡുകളും പാടെ ഞാൻ ഈ പറഞ്ഞ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള മുനിസിപ്പാലിറ്റിൻ്റെയും MLAൻ്റെയും അധികാര പരിധിയിലുള്ള കുറച്ച് റോഡുകളുണ്ട്. ഇപ്പം ഈ റോഡ്, ഞാൻ ഈ കാണിച്ച റോഡിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. MLAൻ്റെ പണ്ട് പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് കുട്ടികൾ പോണ റോഡാണിത്. ഇതിലൂടെ സ്കൂൾ ബസ്, ചെറിയ ഓട്ടോറിക്ഷയിൽ കുട്ടികളെയും കൊണ്ട് പലജാതി സ്കൂളിലേക്ക് മേപ്പോട്ടും കീഴ്പോട്ടും, അവിടെ ഹിദായത്തും EME 2 വലിയ പ്രബലമായ 2 സ്കൂളുകളുണ്ട്. പിന്നെ പല സ്കൂളുകൾക്കും ഇവിടുന്ന് കുട്ടികളെ എടുത്ത് ഇതിലൂടെ പാസ് ചെയ്യുന്ന റോഡാണ്. ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. അപ്പം നമ്മൾ സാധാരണക്കാരൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ
അതിൽ കുറ്റം കണ്ടുപിടിച്ച് അതിനെ പിന്നെ എന്താ പറയുക ന്യായീകരിച്ച് മെഴുകാനൊരു വീഡിയോ ഇറക്കുന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരു പ്രശ്നം ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സോറി പറഞ്ഞിട്ട് തുടങ്ങണതാണ് എപ്പോഴും നല്ലത്.